പാണ്ഡവരുടെ ധീരകൃത്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പാണ്ഡവര് ചെയ്ത കാര്യങ്ങളും അതുപോലെ അവരെ അനുകരിച്ച് എപ്രകാരമാണ് പരീക്ഷിത് മഹാരാജാവ് ഭരിക്കാൻ തുടങ്ങിയതെന്നും ഒക്കെ നമ്മള് കുറെ ദിവസമായി കേൾക്കുകയാണ്. അപ്പൊ ഈ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് നമ്മള് കേൾക്കാൻ തുടങ്ങി. പരീക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു ദിവസമായിട്ട് പറയുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പരീക്ഷിത് മഹാരാജാവ് യഥാർത്ഥത്തിൽ ആരായിരുന്നു? ആർക്ക് പറയാം? പരീക്ഷത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുന്നവരാരാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്? ഇത്രയും ദിവസം കേട്ടല്ലോ, അപ്പൊ ഇതിൽ നിന്നൊന്ന് പറയൂ. ഹരേ കൃഷ്ണ. പരീക്ഷത്ത് മഹാരാജാവ് ഉത്തരയുടെയും അഭിമന്യുടെയും പുത്രനായിരുന്നു. ഹരേ കൃഷ്ണ. അഭിമന്യുടെയും ഉത്തരയുടെയും, അല്ലെങ്കിൽ അവരുടെ പേര് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരാവതി അല്ലേ? സോറി, പരീക്ഷത്തിന്റെ ഭാര്യയാണ് ഇരാവതി, അമ്മ ഉത്തരയാണ്. ഉത്തര തന്നെയാണ്, ശരിയാണ് മാതാജി. ഇരാവതിയുടെ ഭർത്താവായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. മക്കൾ ആരൊക്കെയായിരുന്നു? ജനമേജയ രാജാവ് എന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജനമേജയ രാജാവ്, പിന്നെ അദ്ദേഹം മാത്രമേ രാജാവുള്ളൂ, അതുകൊണ്ടാണ് ജനമേജയ രാജാവ് എന്ന് പറയുന്നത്. പിന്നെ ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ അല്ലെ? ജനമേജയ രാജാവിന്റെ സഹോദരന്മാരായിരുന്നു. അപ്പം ഇവരെല്ലാം ഉണ്ടായിരുന്നു. ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ. നമ്മൾ പഠിച്ച പുസ്തകത്തിലുള്ള കാര്യമായത്. അതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛൻ അഭിമന്യു ആയിരുന്നു എന്ന് പറഞ്ഞു. അഭിമന്യു എങ്ങനെയാണ് അഭിമന്യു ആരുടെ ജന്മമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്? ചന്ദ്രപുത്രനായ വർച്ചസാണ്. ചന്ദ്രപുത്രനായ വർച്ചസാണ് അഭിമന്യുവായിട്ട് വരുന്നത്. അപ്പം ആ വർച്ചസ് ഇവിടെ വരാനും കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ടാണ് ഇവിടെ പ്രപഞ്ചത്തിൽ എത്തുന്നത്. അപ്പം വർച്ചസിനെ ഇവിടെ അഭിമന്യുവായിട്ട് അധികം കാലം നിർത്തത്തില്ല, ഉടനെ തിരിച്ചയക്കണം എന്നാവശ്യപ്പെട്ടത് കൊണ്ട് എത്രയും വേഗം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അത് ഒരു ഭാഗം. യുദ്ധത്തിലാണോ, യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയോ, ചതിച്ചോ, എങ്ങനെയോ ഒക്കെയാണ് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിനെ തിരിച്ചു വിടണം എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അപ്പം അഭിമന്യുവിന്റെയും ഉത്തരയുടെയും പുത്രനായിട്ട് ഇവിടെ വന്ന് ജന്മമെടുത്തു. ഇവിടെ വന്ന് ജന്മമെടുക്കുകയും പാണ്ഡവരുടെ അതേ രീതിയിൽ ഭരിച്ചു പോവുകയും ചെയ്ത ആളായിരുന്നു ആരെ? പരീക്ഷിത് മഹാരാജാവെന്ന് നമുക്കറിയാം. ഇനിയും പരീക്ഷിത് മഹാരാജാവിന്റെ അതുപോലെ ജനമേജയൻ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശസ്തമായത്? ജനമേജയന് പരീക്ഷിത് മഹാരാജാവിനെ വധിച്ചതിന്റെ ഒരു ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്ന് നീറിക്കൊണ്ടിരുന്നു. അപ്പം തക്ഷകൻ കടിച്ചാണല്ലോ മരിച്ചത്. അതുകൊണ്ട് അവന്റെ വംശത്തെ തന്നെ ദഹിപ്പിക്കും എന്നുള്ള രീതിയിലാണ് സർപ്പയജ്ഞം നടത്തുന്നത്. അപ്പം അങ്ങനെ സർപ്പയജ്ഞം നടത്തുകയും, പക്ഷേ പിന്നെ എന്തു ചെയ്തു? അദ്ദേഹത്തിനെ മറ്റുള്ള ഗുരുക്കന്മാരും മുനിമാരും അറിവുള്ള ആൾക്കാരും എല്ലാവരും വന്ന് അദ്ദേഹത്തോട് ഉപദേശിച്ചപ്പോൾ, എന്നുവെച്ചാൽ ഭൂമിയിലുള്ള ഈ സർപ്പങ്ങളെല്ലാം നശിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമില്ലാത്ത ഒരു കാര്യം, ചെയ്താൽ തന്നെ അത് മഹാപരാധമാണ്, അതുകൊണ്ട് അങ്ങ് ചെയ്യരുത് എന്ന് വന്ന് ഉപദേശിക്കുകയും അത് പിന്നീട് നിർത്തിവെക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്ന എല്ലാവർക്കും വേണ്ട ഉപഹാരങ്ങൾ കൊടുത്ത് അവരെ തിരിച്ചയക്കുകയും ചെയ്തു. ആ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പരീക്ഷിത് മഹാരാജാവ് നടത്തിയ അതുപോലെ അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവ് നടത്തിയ യജ്ഞങ്ങളിലെല്ലാം ദേവന്മാരെ സാധാരണക്കാർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സാധാരണക്കാർക്ക് പോലും ആരെ കാണാൻ കഴിഞ്ഞിരുന്നു? ദേവസംഘത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇനി ജനമേജയൻ 2 പുത്രന്മാരുണ്ടായിരുന്നു. ശതാനീകനും ശംഖുകർണനും എന്ന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു ജനമേജയൻ. അവരുടെ വംശത്തെ കുറിച്ചാണ് പറയുക. പാണ്ഡവരിൽ നിന്ന് വന്നു. അപ്പൊ പാണ്ഡവരുടെ എല്ലാ പ്രശസ്തിയും എല്ലാ രീതിയിലുള്ള നേട്ടങ്ങളെയും അത് കുറച്ചുകൂടി ഇരട്ടിയാക്കി കാണിക്കാൻ പരീക്ഷിത് മഹാരാജാവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം
ആ സമയത്ത് സർപ്പയജ്ഞം നിർത്തിവെച്ച സമയത്ത് വ്യാസദേവൻ അവിടെ നിന്നുകൊണ്ട് കുരുക്ഷേത്ര ചരിത്രം മുഴുവൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? ഈ ജനമേജയ രാജാവിന് പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്കറിയാം. വൈശമ്പായനൻ മഹാഭാരതം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പം കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് വ്യാസദേവൻ, മഹാഭാരതം പറഞ്ഞു കൊടുത്തത് ആരാണ്? വൈശമ്പായന മഹർഷിയാണ് പറഞ്ഞു കൊടുത്തത്. ഇനിയും 3 അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുള്ള ആളായിരുന്നു. അതുപോലെ നമ്മളിപ്പൊ പഠിച്ചു കലിയെ അടക്കി നിർത്തിയ ആളും ആയിരുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പൊ ആ സമയത്ത് ഇത് ആരാർക്ക് പറഞ്ഞു കൊടുക്കുകയാണിത്? ഈ കഥകളൊക്കെ ആരാർക്ക് പറഞ്ഞു കൊടുക്കുന്നു? ഈ കഥകളെല്ലാം ആരാർക്ക് പറഞ്ഞു കൊടുക്കും? നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇതുവരെയും? അത് നൈമിശാരണ്യത്തിൽ വെച്ച് എപ്പോ കേട്ടാലും നിങ്ങളത് പറയാൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. നൈമിശാരണ്യത്തിൽ വെച്ച് സൂത ഗോസ്വാമി ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? അവിടെ കൂടിയ മുനിമാർക്ക് അല്ലെങ്കിൽ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം എവിടുന്ന് കേട്ടു? അത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് മായാതെ നിൽക്കണം എപ്പോഴും. അതിനു മുമ്പ് അദ്ദേഹം എവിടെ നിന്ന് കേട്ടു? ശുഗബ്രഹ്മർഷിയിൽ നിന്ന്. ശുഗബ്രഹ്മർഷിയിൽ നിന്ന് ഗംഗാതീരത്ത് വെച്ച് ശുഗബ്രഹ്മർഷിയിൽ നിന്ന് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു? പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്, എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ ഓരോ സാഹചര്യം വരുമ്പോഴും അത് എവിടെ വെച്ച് എങ്ങനെ എന്നുള്ള ആ ഒരു ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതെ നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഇതില്ലേ നമ്മൾ പറയുന്നത് പോലെ ഓരോ ലെയറായിട്ട് എടുക്കുകയാണ്. ആദ്യം ശുകദേവ ഗോസ്വാമി പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വരുന്നു. സൂത ഗോസ്വാമി ശൗനകന്റെ നേതൃത്വത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വരുന്നു. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു നോക്കിയാലേ ഓരോ സംവാദങ്ങൾ നമുക്ക് അവിടെ കാണാം. ഏതെല്ലാം സംവാദങ്ങളാണ്? വിതുര മൈത്രേയ സംവാദം ഒരു ഭാഗത്ത് കാണാം. പിന്നെ ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു? പല 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 ഉള്ളി പൊളിക്കുന്ന പോലെ പല പല ഇതളുകളായിട്ട് നമുക്കതിനെ വാർത്തെടുക്കാൻ കഴിയും. നാരദരെ യുധിഷ്ഠിരനുമായിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എത്ര സംവാദങ്ങൾ നമുക്ക് അവിടെ കാണാമെന്നറിയാമോ? അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ബ്രഹ്മ പ്രേയേഴ്സ് 3 പ്രാവശ്യം ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. പിന്നെ ഓരോ ഉപദേശങ്ങളും നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഭാഗവതം നമുക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് കേട്ടപ്പം ശൗനകനൊരു സംശയം വന്നു. എന്താണ്? ഇത്രയും സമർത്ഥൻ ആയ രാജാവ് കലി ഇത്രയും ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു. അത് കലി ഉപദ്രവിച്ചത് എന്താണെന്ന് നമുക്കറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം കലി ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും കലിയെ വധിക്കാതെ ലഘുശിക്ഷ നൽകി പറഞ്ഞയച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നു. അപ്പം അങ്ങനെ പറയുമ്പം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സദസ്സിൽ ഭഗവാനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിലേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് യത്കൃത കൃഷ്ണ സംബന്ധേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ മുന്നോട്ട് പോകാൻ, എന്തുകൊണ്ട് വധിച്ചില്ല എന്ന് പറയാനുള്ള കാരണം അത് ഓരോ അടറുകളായിട്ടെടുത്ത് നമുക്ക് തരികയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം സർവ കാര്യങ്ങളിലും നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ വിചാരിക്കും നമ്മൾ മുറിയിൽ കതവടച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, ആരും കാണുന്നില്ല, ആരും സാക്ഷിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ എല്ലാത്തിനും സാക്ഷികളുണ്ട്. എവിടെ നമ്മൾ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്താലും അതിനെല്ലാം സാക്ഷികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഭാഗവതം പറയുന്നുണ്ട്. ആദിത്യചന്ദ്രൗ അനിലോ അനലശ്ച രൗർഭൂമിരാഭോ ഹൃദയം യമശ്ച ആഭശ്ച രാത്രിശ്ച ഉപേജ സന്ധ്യേ തമോപി ജാനാതി നരസ്യ വൃത്വം. അപ്പൊ ഒരു നരനെ അവന്റെ കാര്യങ്ങളെ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയുള്ളതാണ്? ആരൊക്കെ അതിനുണ്ട്? ആദിത്യചന്ദ്രൗ അനിലോ അനലശ്ച. ആദിത്യനുണ്ട്,
സണ്ണുണ്ട്, പിന്നെ എന്താണ്, ചന്ദ്രനുണ്ട്, മൂണുണ്ട്, പിന്നെ ആരുണ്ട്, ചന്ദ്രവും അനിലോ അനലശ്ച, അനിലനുണ്ട്, അനലനുണ്ട്. അതാരാണ് അനിലനും അനലനും? അനിലൻ വായും വായും കാറ്റും. കാറ്റുകൊണ്ട്. പിന്നെ അനിലോ അനലശ്ച ദ്യൗർഭൂമിരാപോ ഹൃദയം യമശ്ച. പിന്നെ ആരൊക്കെ ഉണ്ട്? ഡെമിഗോഡ്സ് ഉണ്ട്, അതുപോലെ ഭൂമിയുണ്ട്, അങ്ങനെ ആവോ ഹൃദയം യമശ്ച. അപ്പം ആ യമനുണ്ട്, സർവ്വതിനും സാക്ഷിയായിട്ട് യമനുണ്ട്. പിന്നെ ആപശ്ച രാത്രിശ്ച ഉപേജ സന്ധ്യേ ധർമ്മോ വിജാനാതി നരസ്യ വൃത്തം. അപ്പം നരന്റെ ഒരു വൃത്തവും വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ ആർക്കും കഴിയില്ല. എന്ത് ചെയ്താലും അതെല്ലാം മറ്റുള്ളവർ അറിയുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ, ഓരോ എക്സാമ്പിൾ എടുക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കണം. ആദിത്യചന്ദ്രവും അനിലോ അനലശ്ച ദ്യൗർഭൂമിരാഭോ ഹൃദയം യമശ്ച ആപശ്ച രാത്രിശ്ച ഉപേജ സന്ധ്യേ ദ്യൗർഭൂമിരാഭോ ഹൃദയം യമശ്ച. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, നമ്മൾ എന്ത് ചെയ്താലും അത് നോക്കി നിൽക്കാനായിട്ട് 12 പേർക്കാണ് അവകാശം കൊടുത്തിരിക്കുന്നത്. സണ്ണ്, ഫയറ്, സ്കൈയ്, എയറ്, ഡെമിഗോഡ്സ്, ഈവനിങ്, ഡേ, നൈറ്റ്, ഡയറക്ഷന്, വാട്ടർ, ലാൻഡ്, സൂപ്പർ സോൾ. ആ ഇത്രയും പേർക്ക് ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഇത്രയും പേർക്കാണ് അവകാശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്നും രഹസ്യമായി വയ്ക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യസ്മിൻ വിജ്ഞാതേ സർവമേവം വിജ്ഞാതം ഭവതി. അപ്പം എന്തറിഞ്ഞാലാണോ നമ്മൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ശരി, നമ്മൾ ഒന്നിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും ബാധകമാവില്ല. എന്ത്? യസ്മിൻ വിജ്ഞാതേ സർവമേവം വിജ്ഞാതം ഭവതി. എന്തറിഞ്ഞാലാണോ മറ്റൊന്നും തന്നെ അറിയേണ്ടാത്തത്? ആരെ അറിഞ്ഞാലായിരിക്കും അത്? എന്തറിഞ്ഞാലായിരിക്കും മറ്റൊന്നും തന്നെ അറിഞ്ഞൂടാത്തത്, അറിയണ്ടാത്തത്? ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ സർവമേവം വിജ്ഞാതം ഭവതി, നമുക്കെല്ലാം അറിയാൻ കഴിയും. എന്തെന്നറിഞ്ഞാലാണോ മറ്റൊന്നും അറിഞ്ഞേണ്ടാത്തത്, അങ്ങനെയുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്ന്. അപ്പം കൃഷ്ണനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്തെന്ന് പറയും? ഭാഗവത പ്രധാനൻ എന്ന് പറയും. ഭാഗവത പ്രധാനാരെ എന്ന് ചോദിച്ചാൽ മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സിൽ വെക്കാതെ നമ്മൾ എപ്പോഴും ഭഗവാനെ കുറിച്ച്, കാരണം വേറെ ഒരു ചിന്ത വരുമ്പോൾ എനിക്കത് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ മാറ്റിയെടുക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലെന്നല്ല ഞാൻ പറയുന്നത്, അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ കടക്കുമ്പോൾ അതിനെ വേണ്ട എന്ന് വെക്കുക. അപ്പൊ നമ്മള് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പല കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഭഗവാൻ അവതാരമായിട്ട് പല രീതിയിൽ വരുന്നു. യഥാർത്ഥത്തിൽ നമ്മളെ ആ ഒരു അവതാരം ഭഗവാൻ എവിടെയൊക്കെ ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഭഗവാൻ വൈകുണ്ഠ ലോകത്തിൽ വ്യൂഹമായിട്ട് അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. വ്യൂഹമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായി ഏത് സമയത്തും ഭഗവാൻ ഉണ്ട് എന്നുള്ളതറിയാം. പിന്നീട് എന്താണ്? ആ ഒരു നമ്മുടെ കയ്യിൽ നമുക്ക് എപ്പോഴും നമുക്ക് ആദരിക്കത്തക്ക രീതിയിൽ, പൂജ ചെയ്യത്തക്ക രീതിയിൽ, എന്തെങ്കിലും പ്രസാദം കൊടുക്കത്തക്ക രീതിയിൽ വിഗ്രഹമായിട്ട് ഭഗവാൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ചതുർവ്യൂഹമായിട്ട് ഭഗവാൻ വരുന്നുണ്ട്, പരബ്രഹ്മമായിട്ട് അതുപോലെ എവിടെ ഉണ്ട്? ആത്മീയ ലോകത്തിലുണ്ട്. പിന്നെ അന്തര്യാമായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട്. വൈഭാർച്ച രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഭഗവാനുണ്ട്. അപ്പൊ അങ്ങനെ ചതുർവ്യൂഹമായിട്ടും സൂപ്പർ സോളായിട്ടും അവതാരമായിട്ടും നമുക്കിപ്പൊ എങ്ങനെയുണ്ട് എന്നൊന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ കാണേണ്ടത്? ഈ കലിയുഗത്തിൽ നമ്മൾ ഏത് രീതിയിലാണ്? കാണാൻ പറ്റത്തില്ല അല്ലെ? നമ്മൾ പോകുന്ന സമയത്തെ പറ്റൂ, എത്താൻ എപ്പോഴെങ്കിലും എത്തുമ്പോ എത്താം. പിന്നെ അന്തര്യാമയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമുക്കുണ്ട് എന്ന് വിശ്വാസമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അത് ശബ്ദം കേൾക്കാൻ പോലും പറ്റുമെന്ന രീതിയിൽ നമുക്ക് ചിലർക്കുണ്ട്. അപ്പൊ അതും വരുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ മുറിയിൽ ഭഗവാനെ വെച്ച് ആരാധിക്കുന്നുണ്ട്. പിന്നെ ഏത് രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഏത് രീതിയിലുണ്ട്? ഇവിടെ നമ്മുടെ കൂടെ എങ്ങനെ? തിരുനാമമായിട്ട് നമുക്ക് ആര് തന്നു? ചൈതന്യ മഹാപ്രഭു ഭഗവാനെ
തന്നിട്ടുണ്ട്. അപ്പൊ ആ നാമമായി നമ്മൾ എപ്പോഴും കേൾക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. പിന്നെ ഇവിടെ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു ആര്? പാണ്ഡവര്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ത് ഭഗവാൻ പറയുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ. അവസാനം ഏത് രീതിയിൽ മാത്രമേ ഞാൻ പോകില്ല, ഞാൻ ചെയ്യില്ല എന്ന് എവിടെ വെച്ച് മാത്രമേ പറയുന്നുള്ളൂ അർജുനൻ? എവിടെ വെച്ച് നമ്മൾ കാണുന്നു ഭഗവാനെ ഉപദേശിക്കാൻ പോകുന്നത് പോലെ ഭഗവാനോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന ഒറ്റ ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. എവിടെയാ? കുരുക്ഷേത്ര യുദ്ധ സമയത്ത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ. നമുക്ക് ഭഗവാന്റെ ലീലകളെല്ലാം നമുക്കറിയാം. ഏതെല്ലാം ലീലകൾ ഭഗവാൻ എടുത്തു, അതൊക്കെ നമുക്ക് എന്തെല്ലാം ലീലകൾ കാണിച്ചു, ആരെയെല്ലാം ഭഗവാൻ വധിച്ചു എന്നൊക്കെ നമുക്ക് അറിയാം. ഭഗവാൻ ആദ്യമായി വധിക്കുന്നത് ആരെയാണ്? പൂതനെയാണ് ആദ്യമായിട്ട് വധിക്കുന്നത്, അല്ലെ? അപ്പൊ യഥാർത്ഥത്തിൽ ബാലലീലകൾ കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പം ആ ഭഗവാന്റെ പ്രഭാവശാലിയായ ആ ശക്തി, അതിനെ നമ്മൾ എന്ത് പറയും? കൃപാശക്തി എന്ന് പറയും. അത് വെച്ചുകൊണ്ട് എപ്പോഴും ഭക്തന്മാരോടൊപ്പം നിന്ന ആളാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാന്റെ ആ ഭക്തരോടുള്ള സ്നേഹം, ആ എല്ലാവരെയും എത്തിക്കേണ്ടവരെ എന്താണ്? ഒന്നുകിൽ വധിച്ചെത്തിക്കേണ്ടടുത്ത് എത്തിക്കും, അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി ഉപദേശിച്ചെത്തിക്കേണ്ടടുത്ത് എത്തിക്കും. അപ്പം അങ്ങനെ നമ്മളെ ഏത് സമയത്തും നമ്മളോടൊപ്പം എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം എന്ന് പറയുന്നത് ഞാൻ ആരെയാണ്? ഭക്തനോടൊപ്പം ഏത് സമയത്തും ഭഗവാൻ ഉണ്ടാകും. അപ്പൊ നമ്മള് ആത്മീയമായ ചിന്താഗതിയാണോ ഭൗതികമായ ചിന്താഗതിയാണോ നമ്മളിൽ ഏറി നിൽക്കുന്നത് എന്ന് നമ്മൾ തന്നെ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പം ഭഗവാന്റെ പാദപങ്കജങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോഴും ആശ്രയമാണ്. അപ്പം നമ്മള് ഒരു ശ്ലോകമുണ്ട്, സമാശ്രിതായേ പദവല്ലവപ്ലവം. ആ ഭഗവാന്റെ കാൽപ്പാട്ടിലുള്ള ആ ഒരു തുള്ളി വെള്ളം പോലെ. അപ്പൊ അത്രമാത്രം എന്താണ് ഈ കാണുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തെ കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പദം വിപദം നദേശാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കടന്ന് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ സന്തോഷം, ഭഗവാന്റെ അടുത്ത് തന്നെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, ഭഗവാന്റെ പാദപങ്കജങ്ങളിലെ ഒരു പൊടിയായിട്ടെങ്കിലും എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയണമേ. അപ്പൊ ഈ കാണുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിലെ സുഖം എന്ന് പറയുന്നത് ഭഗവാന്റെ കാൽപ്പാടിലുള്ള ഒരു തുള്ളി ജലത്തിന്റെ അത്ര പോലും വരുന്നില്ല എന്ന് നമ്മളെ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ അത് ഈ സുഖങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് വലിയ മണിമാളികയുണ്ട്, കാറുണ്ട്, ഇനി എത്ര കാറുകൾ ഒരു വീട്ടിലുണ്ട് ഇന്നീ കാലത്ത്. അതുപോലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ജീവിക്കുന്നു. അപ്പം സുഖ സൗകര്യങ്ങളെല്ലാം വെറും ഒരണു മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പരീക്ഷിത് മഹാരാജാവ് ലോകങ്ങളെല്ലാം സന്ദർശിക്കാൻ പോയി എന്നും ഈ ലോകത്തിന്റെ മുഴുവൻ രാജാവായിരുന്നു എന്ന് നമ്മൾ കേട്ടു. ലോകമെല്ലാം സന്ദർശിച്ചു എന്ന് പറഞ്ഞു. കീഴടക്കേണ്ടവയെല്ലാം കീഴടക്കി എന്ന് പറഞ്ഞു, അല്ലെ? ആ സന്ദർഭത്തിനിടയിലാണ് പൂർവ്വപിതാമഹന്മാരെ കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അദ്ദേഹം പോയിടത്തെല്ലാം പൂർവ്വപിതാമഹന്മാരെ കുറിച്ച് വാഴ്ത്തുന്നതാണ് അദ്ദേഹം കേട്ടത്. അപ്പൊ ആ കീർത്തനം അദ്ദേഹം കേട്ടതൊക്കെയും വളരെ മേന്മയുള്ളതായി അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ പിതാമഹന്മാരെ പ്രകീർത്തിക്കുമ്പോൾ അതെല്ലാം കൃഷ്ണ സംബന്ധി, അത് കൃഷ്ണനെ കുറിച്ചല്ലാതെ, കൃഷ്ണനുമായി ബന്ധപ്പെടുത്തി അല്ലാതെ ആർക്കും തന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാവരും കൃഷ്ണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ നമുക്കറിയാം, ഭക്തനെ പ്രകീർത്തിക്കുക എന്നാൽ അത് കൃഷ്ണനെ പ്രകീർത്തിക്കുന്നത് പോലെയും, കൃഷ്ണനെ പ്രകീർത്തിക്കുക എന്നാൽ ഭക്തനെ പ്രകീർത്തിക്കുന്നത് പോലെയും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമുക്ക് ആ ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഭഗവാനെ സംബന്ധിച്ചുള്ളതെല്ലാമാണ് അവിടെ ഒക്കെ കേട്ടത്. കാരണം എന്തുകൊണ്ട്? ആ ഭക്തന്മാരെയാണ് പ്രകീർത്തിക്കുന്നത്. അപ്പൊ ഭക്തന്മാരുടെ ഓരോ ചലനത്തിലും ഭഗവാൻ എങ്ങനെ അവരോടൊപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഭഗവാൻ തന്നെ പറയുന്നു,
എന്താണ്, എനിക്ക് ഭക്തന്മാരെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ, ഭക്തന്മാർക്കും എന്നെ കുറിച്ച് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ ഭഗവാനെ കുറിച്ച് പറയുമ്പം ബുദ്ധി മഹാറാണി പറഞ്ഞിട്ടുണ്ട് അല്ലേ, വൃഷ്ണികുലവും കുരുവംശവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മലയപർവ്വതത്തിലെ ചന്ദനത്തിന് എത്രമാത്രം സൗരഭ്യമുണ്ടോ അതുപോലെയാണ് യദുകുലത്തിൽ വന്നു ഭഗവാൻ പിറന്നത് എന്നും അവിടെ ബുദ്ധി മഹാറാണിയുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അപ്പം ഭഗവാന്റെ ഭക്തരെ തന്നിൽ നിന്ന് വേർപെടുത്താൻ ഒരിക്കലും ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഏത് സമയത്തും, അപ്പം ഏത് ദിവസമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഭക്തരെ ഭഗവാൻ കൂടെ അണച്ചു പിടിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ എന്ന് വിചാരിച്ച് ഭക്തർ തെറ്റ് ചെയ്താൽ തെറ്റിനെ തെറ്റായി തന്നെ കാണുകയും ചെയ്യുമായിരുന്നു. എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിൾ ഒന്നോർത്ത് നോക്കിക്കേ. ആർക്കും കിട്ടുന്നില്ല അല്ലെ? അപ്പൊ ബ്രഹ്മ വിമോഹലീലയെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ബ്രഹ്മാവ് എന്താണ് ഭഗവാന്റെ പശുക്കൂട്ടുകാരെയും പശുക്കളെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഭഗവാൻ ഊണ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രവൃത്തി ബ്രഹ്മാവ് ചെയ്യുന്നത്. ബ്രഹ്മാവിന് മനസ്സിലായില്ല. ബ്രഹ്മാവിന് എന്താണ് ഭഗവാനും കൂട്ടുകാരും കൂടി ഇരുന്ന് കളിക്കുന്ന കണ്ടപ്പോൾ അവര് മായാ പടലത്തിൽ മുങ്ങിപ്പോയി, നമ്മളെ പോലെ തന്നെ. അപ്പൊ മായയ്ക്കകത്ത് മുങ്ങിയിട്ട് ഇതാണോ കൃഷ്ണൻ എന്നുള്ള ചിന്താഗതിയിൽ. കാരണം എന്താണ്, ആ സമയത്തെ കൃഷ്ണൻ എന്താണ് അവരോടൊപ്പം അവർ ഓരോരുത്തരും കൊടുക്കുന്ന ഓരോ ഉരുളച്ചോറ് വായിലേക്ക് ഒരു സ്വല്പമെങ്കിലും വായിലേക്ക് വാങ്ങിച്ചു വെക്കുന്നു. അപ്പൊ ഓരോരുത്തരും കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം സ്വീകരിക്കുന്നു. അതുപോലെ അപ്പൊ അന്നത്തെ ദിവസമാണെങ്കിൽ മധുമംഗളിന്റെ വീട്ടിലാണെങ്കിൽ ഒന്നും എല്ലാവരും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു, ഒന്നും കൊണ്ടുവരാനില്ല. അമ്മ വളരെ സങ്കടപ്പെട്ടു. ആ സമയത്ത് 2-3 ദിവസമായിട്ട് ഉറയൊഴിച്ച് വെച്ചിരുന്ന അല്പം തൈര് മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അല്പം ആ തൈരും കൊണ്ടാണ് മധുമംഗൾ വന്നിരിക്കുന്നത്. മധുമംഗൾ എന്നതൊരു പാവപ്പെട്ട ബ്രാഹ്മണനാണ്. ആ ബ്രാഹ്മണ കുട്ടിയാണ് വൃന്ദാവനത്തിലെ. അപ്പൊ അതെന്ത് ചെയ്തു, അവന് കൃഷ്ണന് കൊടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരും കൃഷ്ണന് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവന് മാത്രം ഒന്നും കൊടുക്കാനില്ല. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു, അല്പം അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ആ കൊണ്ടുവന്ന തൈരെടുത്ത് വായിലോട്ട് ഒഴിക്കുന്നു. ആ വായിലോട്ട് ഒഴിക്കുന്ന അവസരത്തിൽ കൃഷ്ണന് മനസ്സിലായി, ഇവനാണ്ട് കണ്ട നല്ല സാധനം എനിക്ക് തരാതെ കുടിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് അവനെ പിടിച്ച് നേരെ ഇരുത്തിയിട്ട് അവന്റെ 2 കവിളിൽ ഒരു അടി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു, അവന്റെ വാ തുറന്നു. അത് കൃഷ്ണന്റെ ലീലയാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കും. വായിൽ നിന്ന് ആ തൈര് കൃഷ്ണന്റെ വായിലേക്ക് വരുന്നു. അങ്ങനെ അത് കുടിച്ച് അങ്ങനെ കൂട്ടുകാരുമായി സന്തോഷിച്ചിരിക്കുന്ന അവസരം എല്ലാ കൂട്ടുകാരും കൈകളിൽ നിന്ന് അല്പാൽപമായി കൃഷ്ണന് കൊടുക്കുന്നു. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് തന്റെ പശുക്കളെ തിരക്കി പോകേണ്ടി വരുന്നത്. ആദ്യം പശുക്കളെയാണല്ലോ തിരക്കി പോകുന്നത്. അങ്ങനെ ആ ലീലകളൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ ഭക്തരെ, അപ്പം പശുക്കളെ തിരക്കി പോകുമ്പോ പിന്നെ വരുമ്പോ കൂട്ടുകാരുമില്ല. അങ്ങനെ കൃഷ്ണനാകെ എന്താണ് സന്ദർഭവശാൽ അവിടെ നിന്നുകൊണ്ട് ഇതാരുടെ കളിയാണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം പിന്നെ ഒരു വർഷത്തേക്ക് ഭഗവാൻ തന്നെ ആയി തീർന്നു ഇവരെല്ലാം എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതിനുശേഷം അദ്ദേഹത്തിന് വന്ന് പ്രേ ചെയ്യുന്ന ബ്രഹ്മാവ് ചോദിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങയുടെ കുഞ്ഞല്ലേ, അങ്ങയുടെ മകനല്ലേ, എന്നോട് എന്നെ ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച്, ഒരച്ഛൻ മകനോട് ക്ഷമിക്കാതിരിക്കുമോ, ഇതൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്താണ് തത്തേന കമ്പാംസ സമീക്ഷമാണോ പുഞ്ചാനമേവാത്മകൃതം വിഭാഗം ഹൃത്വാത്മപ്രവൃത്തി തഥൻ നമസ്തേ ജീവേദയോ മുക്തിപതേ സദായ. ഞാൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം പൊറുക്കാൻ അവിടത്തേക്ക് കനിവുണ്ടാകണേ. ഏത് സമൂഹത്തിന്റെ എവിടെ നിന്ന് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളും ക്ഷമിക്കാൻ ഭഗവാന് കഴിയും. ഞാനേ പ്രയാസം ഉദവാസ്യ നമന്തമേവ ജീവന്തി സന്മുഖരിതാംസ ഭവതീയ വാർത്ത എന്ന് വെച്ചാൽ ഏതൊരു സമൂഹത്തിൽ ഏത് രീതിയിലാണ് പെരുമാറുന്നതെങ്കിലും അത് ഭഗവാന് വേണ്ടിയാണ് ചെയ്യാൻ കഴിയും. അതിനെയെല്ലാം ഭഗവാൻ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള പ്രാർത്ഥനകളെല്ലാം ബ്രഹ്മാവ് അർപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു ലാസ്റ്റില്? ആർക്കെങ്കിലും പറയാമോ? പ്രാർത്ഥിച്ചതല്ല അതുപോലെ സന്തോഷത്തോടെ സ്വീകരിച്ചോ ഭഗവാൻ? എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഒന്ന് അല്പം ചിന്തിക്കൂ. ഹരേ കൃഷ്ണ.
എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ, തന്നെ തന്റെ ഭക്തരിൽ നിന്ന് അടർത്തിയെടുക്കുന്നത്, തന്റെ ഭക്തരിൽ നിന്ന് മാറ്റി നിർത്തിയത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ഭഗവാൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? എപ്പോഴും ഭക്തരുമായിട്ട് സമ്മേളിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഇച്ഛ. ആ ഭക്തരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇവരെ ആ ഒരു ലീലയിൽ ബ്രഹ്മാവിനോട് യാതൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പം എല്ലാവരും പറയും, ആ ശ്ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും പറയും ഭഗവാനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാമെന്ന്, പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ കാൽക്കൽ വീഴുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതൊന്നും ഭഗവാൻ കേട്ടതായി നടിക്കുന്നില്ല. തന്റെ മകനാണെന്ന് അറിയാമെങ്കിൽ പോലും അതൊന്നും കേട്ടതായിട്ട് നടിക്കുന്നില്ല. ഭഗവാൻ അവിടെ നിൽക്കുന്നു, പൊയ്ക്കോളാൻ പറയുന്നു, നിന്റെ കർമ്മങ്ങൾ നീ നിർവഹിച്ചോ എന്ന് പറയുന്നു. പക്ഷേ ഇന്ദ്രനും വളരെയധികം കോപത്തോടുകൂടി വൃന്ദാവനത്തെ ഒഴുക്കിക്കളയാൻ വരെ ശ്രമിച്ചു. എന്നിട്ട് പോലും ലാസ്റ്റില് അദ്ദേഹം എന്ത് ചെയ്തു? ഗോവിന്ദൻ എന്ന പേര് പറയുന്നതും, അതുപോലെ സുരഭി പശുവിനെയും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നതും, ഗംഗാജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ആ ഇന്ദ്രനെ വിളിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒരാള് ഭക്തന്മാരെ അകറ്റി, ഒരാൾ എന്ത് ചെയ്തു? 7 ദിവസവും നിറഞ്ഞൊഴുകുന്ന മഴയോടുകൂടി ആ സമയത്ത് വൃന്ദാവനവാസികളെല്ലാം ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴെ നിർത്തി. അപ്പൊ ഭക്തന്മാരെ ഒന്നിപ്പിച്ച് നിർത്താൻ ഇന്ദ്രന് കഴിഞ്ഞു. ഇന്ദ്രൻ ഭക്തന്മാരെ എല്ലാം കൂട്ടി നിർത്തി. പക്ഷേ മറ്റിടത്തോ ഭക്തന്മാരെ മാറ്റിക്കളഞ്ഞു. ഈ 2 ഭാഗങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം ഭക്തരെ എപ്പോഴും ഭഗവാന്റെ കൂടെ നിർത്തുന്നതാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. നമേ ഭക്ത പ്രണശ്യതി എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാന്റെ പാദങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് ഭൗതിക ലോകം വളരെ വളരെ നിസ്സാരമാണ് എന്നും, അല്ലെങ്കിൽ അത് വളരെ പ്രയാസമായിട്ട് വരുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏധാമാം പ്രപത്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്നാണ് പറയുക. ഭഗവാനെ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഭഗവാൻ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും. ഭഗവാൻ രക്ഷിക്കാൻ നോക്കിയാൽ ആ വ്യക്തിയെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഭഗവാൻ അവരെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. ഉപദ്രവിക്കാൻ ആരെയും ഭഗവാൻ നോക്കിയില്ല. പക്ഷേ ഭഗവാൻ അവരോട് കൂടെ നിൽക്കുന്നില്ല എങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ മറ്റാർക്കും അവസരവും ഉണ്ടാകില്ല എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഭഗവാൻ അവസാനം ഭഗവാനെ കുറിച്ച് ഓരോ ലീലകൾ ഇങ്ങനെ കേൾക്കുക. നമുക്കറിയാം ആരെയൊക്കെ വധിച്ചു എന്നുള്ളത് ഉലൂഖലബന്ധനത്തെ കുറിച്ചും, ശകടഭഞ്ജന ലീലയെക്കുറിച്ചും, നളകൂപരന്മാരുടെ മോക്ഷത്തെക്കുറിച്ചും, ബാല്യലീലകളെ കുറിച്ചും, അഘാസുരവധത്തെക്കുറിച്ചും, ബ്രഹ്മവിമോഹന ലീല ഇവയെക്കുറിച്ചൊക്കെ കൃഷ്ണനെ അങ്ങനെ എല്ലാ ലീലകളും നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവരും ഈ അദ്ദേഹം പോയ സമയത്ത്, പരീക്ഷിത്ത് മഹാരാജാവ് പോയ സമയത്ത് ലീലകളെല്ലാം ആൾക്കാർ പാടി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം കേട്ടു. പിന്നെ അവസാന സമയത്ത് ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ എവിടെ വന്നു? മധുരയിൽ വരുന്നു. മധുര കഴിഞ്ഞു. മധുരയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും നമുക്കറിയാം ആരെയൊക്കെ വധിക്കേണ്ടി വരുന്നു എന്നുള്ളത്. കംസനെയും കംസന്റെ കൂട്ടാളികളെയെല്ലാം വധിക്കുന്നു. അപ്പോഴും കൂട്ടുകാർ പറയുന്നു, എന്റെ കൂട്ടുകാരനായ കൃഷ്ണൻ ഇങ്ങനെയൊന്നും വധിക്കാൻ കഴിവില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ കൂട്ടുകാരുടെ അടുത്ത് ഭഗവാൻ തോറ്റുകൊടുക്കും. അതുകൊണ്ട് ആ കൂട്ടുകാരും വിശ്വസിക്കുന്നില്ല കംസനെ വധിച്ചത് ഭഗവാനാണെന്നുള്ളത്. ഞങ്ങളുടെ അടുത്ത് തോക്കുന്ന കൃഷ്ണനാണോ കംസനെ വധിക്കുന്നത് എന്നാണ് കൂട്ടുകാര് ചോദിക്കുന്നത് അവിടെ. പിന്നെ അതെല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹം വീണ്ടും രാജാവായില്ലെങ്കിലും രാജ്യഭരണം നടത്തുന്നുണ്ട്. ഉഗ്രസേന മഹാരാജാനെയാണ് സ്ഥാനം കൊടുക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഭരണം അദ്ദേഹത്തിന് നടത്തുന്നുണ്ട്. ആ സമയത്തും പല ശത്രുക്കളും അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ശിശുപാലനെ വധിച്ചത് നമുക്കറിയാം. പിന്നീട് ശാല്വനെ വധിക്കുന്നു, പൗണ്ട്രകനെ വധിക്കുന്നു, ദന്തവക്രനെ വധിക്കുന്നു, വിദൂരഥനെ വധിക്കുന്നു. അതോടുകൂടി വധം തീർന്നു. അപ്പം ആ വിദൂരഥനെ ലാസ്റ്റിൽ വധിച്ച ശേഷം പിന്നീട് അദ്ദേഹം നന്ദഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ആദ്യമേ ആയാസ്യേ എന്ന് പറഞ്ഞാണ് തിരിച്ചു വന്നത്.
ഞങ്ങൾ ഉടനെ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് ഇവിടുന്ന് പോരുന്നത്. നന്ദഗ്രാമത്തിൽ നിന്ന് കൃഷ്ണൻ പോരുന്നത്. പക്ഷേ പിന്നീടെങ്ങും കൃഷ്ണന് പോകാൻ പറ്റിയില്ല. ഓരോരോ ഡയറക്ഷൻസ്, ഓരോരോ റെസ്പോൺസിബിലിറ്റിയിൽപ്പെട്ട് കൃഷ്ണൻ ഇങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം വിദൂരഥ വധത്തിന് ശേഷമാണ് നന്ദഗ്രാമത്തിലേക്ക് പോകുന്നതും. അവിടെ ചെന്ന് അപ്പോഴേക്കും അവരെല്ലാവരും കൃഷ്ണനെ പറ്റി എന്തിനത് കൊടുത്തു, എന്തിനാണ് ആ ഭാവം രാധയ്ക്കും അതുപോലെ ഗോപികമാർക്കില്ലോ, ഗോപികമാരെ പോലെ ഭക്തരാരും ഇല്ലല്ലോ, അവർക്കൊക്കെ എന്തിനാണ് ഈ വിഷമം കൊടുത്തത് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി. എല്ലാവർക്കും പറയാം എന്തിനാണ് കൊടുത്തത് ഇങ്ങനെയുള്ള വിഷമം. വൃന്ദാവനവാസികൾ കൃഷ്ണനെ സ്നേഹിച്ച പോലെ ആരും സ്നേഹിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഈ വിഷമം കൊടുക്കാൻ കാരണം എന്താണ്? അറ്റാച്ച്മെന്റ് ഉണ്ടായത്. വിരഹത്തില് കൂടുതൽ ഭഗവാനെ കുറിച്ച് കൃഷ്ണൻ കൂടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? വിരഹവേദന അനുഭവിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണനെ കുറിച്ച് മാത്രമായി അവരുടെ ചിന്തകൾ. അവർക്ക് വേറൊരു ചിന്തയും അവർക്കില്ല. ഭഗവാൻ എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവരിലുണ്ടായിരുന്നു. ആ ചിന്തയിൽ കൂടി അവരെ ഒന്നുകൂടി ഉയർത്തുക. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒന്നുണ്ട്, ഒരു ശ്ലോകം പഠിച്ചെങ്കിൽ ആ ശ്ലോകത്തെ വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും പാടിയെങ്കിൽ മാത്രമേ നമുക്കത് ഓർത്ത് നിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ കൃഷ്ണനെ കുറിച്ച് ഓർത്തോർത്ത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. വിദൂരഥനെ വധിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് ആ ആയാസ്യെ എന്ന വാക്ക് സത്യമാക്കിയത് വീണ്ടും തിരിച്ച് എവിടേക്ക് പോകുന്നുണ്ട്? നന്ദഗ്രാമത്തിലേക്ക് പോകുന്നു. 2 മാസം അവിടെ പോയി താമസിക്കുന്നു. ബന്ധുക്കളെ എല്ലാം കാണുന്നു. എന്നിട്ട് അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും അച്ഛനമ്മമാരെയും സുഹൃത്തുക്കളെയും കൊണ്ടുവന്നവരെ എല്ലാം തിരിച്ച് എവിടേക്ക് അയക്കുന്നു? ഗോലോക വൃന്ദാവനത്തിൽ പോകേണ്ടവരെ ഗോലോക വൃന്ദാവനത്തിലേക്കും വൈകുണ്ഠത്തിൽ പോകേണ്ടവരെ വൈകുണ്ഠത്തിലേക്കും അയക്കുന്നു. അങ്ങനെ അവിടെ തിരിച്ചു പോവുകയും അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വീണ്ടും ദ്വാരകയിലേക്ക് പോകുന്നതും. അവിടെ ചെന്ന് പിന്നെ അവിടെയും അദ്ദേഹത്തിന് പണിയുണ്ട്. എന്താണ്? അവിടെ ഉള്ളവരെയും തിരിച്ചു കൊണ്ടുപോയില്ല എങ്കിൽ ഈ ഭൂമിയെ ചിലപ്പോൾ അവരെ ഇല്ലാതെയാകും. കാരണം അത്രമാത്രം അഹങ്കാരം അവരിൽ വന്നുപോയി. കൃഷ്ണന്റെ ആൾക്കാരാണ്. പക്ഷെ വൃന്ദാവനത്തിൽ അങ്ങനെ ഒരു ഇതില്ല. കാരണം വൃന്ദാവനം എപ്പോഴും കണ്ണുനീരാൽ കൃഷ്ണനെ ഓർത്തുകൊണ്ട് ഏതോ ഒരു സമയം പാടി ഇങ്ങനെ ആ മനസ്സോ വൃത്തയോനസ്യു കൃഷ്ണ പാദാംബുജാശ്രയ അല്ലെ, അങ്ങനെ ഓർത്തുകൊണ്ട് വജോഭിതായി നീർനാംനാം കായസ്തപ്രഹുണാദിഷു അങ്ങനെ പാടി ഇരിക്കുന്നവരായിരുന്നു അവരെല്ലാവരും. അപ്പൊ ആ ഭഗവാന്റെ കൃപാശാലിയായ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ പാട്ടും പാടി ഇരിക്കുന്നതായിട്ടായിരുന്നു നമ്മള് ഇവിടെ നന്ദഗ്രാമത്തിൽ കാണുന്നത്. നന്ദഗ്രാമത്തിലുള്ളവരെല്ലാം തിരിച്ച് ഭഗവാന് വേണ്ടി വന്നതായതുകൊണ്ട് അവരെല്ലാം ഭഗവാൻ എന്ത് ചെയ്തു? ആദ്യം തന്നെ തിരിച്ചയക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് എന്താണ്? നാരായണ പരാസർവേ ന കുതശ്ചന വിഭ്യതി എന്ന് പറയും. സ്വർഗാപവർത്ത നരകേഷുഭി തുല്യാർത്ഥ ദർശിനഃ. അപ്പം നന്ദഗ്രാമത്തിലുള്ളവര് എവിടെയായാലും ഭഗവാന് സ്വയം സമർപ്പിക്കാൻ വന്നവരാണ്. അവർ ഒന്നിനെ ഓർത്തും ഭയപ്പെട്ടില്ല. സ്വർഗത്തിലേക്കുള്ള ഉയർച്ചയാണെങ്കിലും നരകത്തിലേക്കുള്ള താഴ്ചയാണെങ്കിലും ഭൗതിക ബന്ധമോചനം എല്ലാം അവർക്ക് ഒരുപോലെയാണ് അനുഭവപ്പെട്ടത്. പക്ഷേ അവർ കൃഷ്ണനെ ഓർത്തുകൊണ്ട് തന്നെ നിമിഷങ്ങൾ തള്ളി നീക്കുകയും ചെയ്തു. സർവഭൂതേഷു പശ്യത് ഭഗവത്പാദമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മനി യേശ ഭാഗവതോത്തമഃ. അങ്ങനെ എന്തെല്ലാം രീതിയിൽ, ഏതൊരു രീതിയിൽ, എവിടെ എന്ത് കാണുമ്പോഴും അത് ഏതൊരു നീല നിറം കണ്ടാലും അത് ഭഗവാനായിട്ട്, ഏതൊരു കമ്പ് ചരിഞ്ഞു നിൽക്കുന്നത് കണ്ടാലും അതെല്ലാം ഭഗവാന്റെ വീണയായിട്ട്, അങ്ങനെ ഭഗവാനെ അല്ലാതെ അവരൊന്നിനെയും ദർശിച്ചില്ല. മറ്റൊന്നും അവർ കണ്ടില്ല, മറ്റൊന്നിനെയും അവര് ദർശിച്ചില്ല. അങ്ങനെ യോമാം പശ്യതി സർവത്ര സർവം ചമയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. അപ്പം ഭഗവാന് എല്ലാം എന്നിലടങ്ങുന്നു, എവിടെയും ഞാൻ കുടികൊള്ളുന്നു എന്ന് പറയുന്നവന് ഞാൻ ഒരിക്കലും നശിക്കില്ല, ഞാൻ ഒരിക്കലും ഇല്ലാതാകില്ല. നശിക്കില്ല എന്നല്ല, ഞാൻ ഒരിക്കലും ഇല്ലാതാകുകയില്ല. അപ്പൊ എവിടെ എല്ലാത്തിലും ഓരോ അണുവിലും ഞാൻ ഉണ്ടെന്നും അതിനെ ആ അടവിൽ കൂടി എല്ലാം ഭഗവാനെ കാണുന്നവന് ഞാൻ ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. യോമാം പശ്യതി സർവത്ര, സർവം ചമയി പശ്യതി, എന്നെയാണ് അവിടെ കാണുന്നതെങ്കിൽ എന്നിൽ കാണുന്നതും അത് തന്നെയാണ്. അങ്ങനെയുള്ളവന് എന്നെ ഒരിക്കലും
ഇല്ലാതാകുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അവരുടെ വാക്കുകളിൽ കൂടി, അല്ലെങ്കിൽ ആ നാട്ടുകാരെ എന്ന് വെച്ചാൽ കാണുന്ന ലോകത്തിലുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ട് പാണ്ഡവർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് കൃഷ്ണൻ നൽകിയിട്ടുള്ളത്, ഇതൊക്കെ ഓർത്തുകൊണ്ട് അവരെ കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം കേൾക്കുന്നത്. അപ്പൊ കേട്ടുകൊണ്ട് ആ ഭഗവത് ലീലകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്ന് തന്നെ ഉറയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത്, രാജ്യം സന്ദർശിക്കാൻ പോയത്? ആൾക്കാരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആൾക്കാർക്ക് ഒന്നും രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല, എല്ലാം ആരെങ്കിലും ഒക്കെ അറിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പാണ്ഡവരാണ് ജരാസന്ധ വധത്തിനൊക്കെ പോകുമ്പോൾ അതിന് ആ സമയത്തൊക്കെ പാണ്ഡവര് ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? ഭീമനെയും അർജുനനെയും കൂട്ടിയാണല്ലോ പോകുന്നത്. അതുപോലെ ജയദ്രഥവധം, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഓരോന്നും കാണുമ്പോൾ യസ്മിൻ വിജ്ഞാതേ എന്താണ് സർവമേവം വിജ്ഞാതം ഭവതി എന്നാണ് പറയുന്നത്. ഏതറിഞ്ഞാലാണോ മറ്റൊന്നും അറിയണ്ടാത്തത്, അറിയണ്ടാത്തതിനെ, അങ്ങനെയുള്ളതിനെ തിരിച്ചറിയാൻ അന്നത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മള് മനസ്സിലാക്കണം. നായമാത്മ പ്രവചനേന ലഭ്യോ ന മേധസാ ന ബഹുനാ ശ്രുതേന ഏവൈസ പ്രണതേത ലഭ്യശേഷ ആത്മാ പ്രണതേതനുസ്വാം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. എന്താണ്? ഒരു ഭഗവാനെ നമുക്ക് എന്താണ് ഒരു എക്സ്പെർട്ട് എക്സ്പ്ലനേഷൻ കൊണ്ടോ, ഞാനിപ്പോ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നുകൊണ്ടോ എക്സ്പെർട്ട് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ എടുത്ത് ഞാൻ പറഞ്ഞു തന്നത് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഭഗവാനെ അറിയാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ വാസ്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് കൊണ്ടോ, എന്നുവെച്ചാൽ എനിക്ക് നല്ല അറിവാണ്, എല്ലാ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ എനിക്ക് ബൈഹാർട്ടാണ്, എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഭഗവാനെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ കൂടുതൽ കേട്ടാലോ, കേട്ടുകൊണ്ടിരുന്നല്ലോ. അപ്പൊ നമ്മൾ പറയും ഇല്ലേ, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അതുകൊണ്ടോ അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുള്ളതാണ്. ഒരുപാട് കേൾക്കുക മാത്രം ചെയ്തുകൊണ്ടോ ആകുന്നില്ല. പക്ഷേ ഭഗവാൻ നമ്മുടെ ഈ പ്രക്രിയകളെല്ലാം കാണുമ്പോൾ നമ്മളെ ഭഗവാൻ തിരഞ്ഞെടുക്കും. ആരെ കാണണമെന്ന് ഭഗവാനാണ് തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെ തിരഞ്ഞെടുക്കും? അവിടെ പാർഷ്യാലിറ്റിയോ മക്കളെന്നുള്ള ഭാവമോ അല്ലെങ്കിൽ സുഹൃത്തെന്ന ഭാവമോ ഒന്നും അവിടെ ഇല്ല. അവിടെ എന്തു മാത്രമാണുള്ളത്? അവന്റെ അകിഞ്ചന ഗോചരനാണോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവിടെ വരുന്നത്. എന്താണ് ഈ അകിഞ്ചന ഗോചരൻ എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള, ആർക്കെങ്കിലും അറിയാമോ? അകിഞ്ചന ഗോചരൻ എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവൻ, യാതൊന്നും എനിക്ക് എന്റേത് സ്വന്തമല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് അകിഞ്ചന ഗോചരൻ. എന്റെ എന്നുള്ള ഭാവമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത്. ഞാൻ ആരാണ്? ഞാൻ ഇത്രമാത്രം ഉയർന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രി ഇത്, അല്ലെങ്കിൽ എനിക്ക് വലിയ വീട്, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിൽ എത്ര സമ്പത്ത്, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പൊങ്ങിപ്പോകും, നമ്മൾ തന്നെ ഉയർന്നു പോകും നമുക്കുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ. അപ്പൊ അങ്ങനെ ചിന്തിക്കാതെ ഒന്നിനും സ്വന്തമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ചില ഭക്തന്മാർ എന്ത് ചെയ്യുന്നത്? എന്ത് പൂജ നടത്തിയാലും അവരുടെ പേര് കൊടുക്കത്തില്ല, വയ്യ ഡിവോട്ടി എന്നേ കൊടുക്കത്തുള്ളൂ. അല്ലെ എന്ത് അമ്പലം തുടങ്ങിയാലും, അല്ലെങ്കിൽ എത്ര രൂപ ചിലവാക്കിയാലും, എന്തെല്ലാം ചെയ്താലും ശരി, കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്താലും ശരി, എൻ്റെ പേര് മുന്നിൽ വരരുതേ എന്ന് ചിന്തിക്കുന്ന ഭക്തന്മാരുണ്ട്. എൻ്റെ എന്നുള്ള ഭാവം അവിടെ എഴുത. നമുക്കാണെങ്കിൽ എന്താണ്, നമ്മൾ ഒരു പൂജയ്ക്ക് കൊണ്ട് കൊടുത്താൽ സോ ആൻഡ് സോ എന്നെഴുതി നക്ഷത്രവും എഴുതി നമ്മൾ എന്ത് ചെയ്യും? വലിയ ആളാവാൻ നോക്കും. പക്ഷേ ചില ഭക്തന്മാർ അതൊന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആ ഒരു നായമാത്മാ പ്രവചനേന ലഭ്യോ നമേധസാ ബഹുനാശ്രുതന, ഈ ബുദ്ധിയോ സൗന്ദര്യമോ ഇതൊന്നും തന്നെ എന്നെ ആകർഷിക്കത്തില്ല. പിന്നെ എന്തുമാത്രമേ എന്നെ ആകർഷിക്കത്തുള്ളൂ? എനിക്ക് അവന്റെ പരമമായ ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ രീതിയിലുള്ള അവന്റെ പ്രവർത്തനം. നമ്മുടെ എന്താ പറയാ, ഈഗോ വെച്ചുള്ള ഒരു പ്രവർത്തനമേ അവിടെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാൻ
കഴിയുകയുള്ള എന്നാണ്. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതി രവിച്ചന്ന യഥാ ഗംഗാംഭോസൗബുധൗ എന്നാണ് പറയുന്നത്. ഗംഗയിലെ ജലം എങ്ങനെയാണോ വിഘ്നമില്ലാതെ സാഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ എന്റെ ഭക്തർ എന്നെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ മനസ്സ്, എന്നെ കുറിച്ച് കേൾക്കുന്ന അവസരത്തിൽ തന്നെ അവരുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? എങ്ങനെയാ പറയുന്നത്? സർവ്വതിലും വസിക്കുന്ന എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഗംഗയിലെ ജലം എങ്ങനെയാണോ ഒഴുകി സമുദ്രത്തിലേക്ക് പോകുന്നത്, അതുപോലെ എന്നെ കുറിച്ച് കേൾക്കുന്ന അവസരത്തിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? അവരുടേതായ മനസ്സ് അവരെന്ത് ചെയ്യുന്നു? സർവ്വതിലും വസിക്കുന്ന ഒരു എറുമ്പിൽ പോലും വസിക്കുന്ന എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം യസ്മിൻ വിജ്ഞാതേ സർവമേവം വിജ്ഞാതം ഭവതി, എന്തറിഞ്ഞാലാണോ വേറൊന്നിനെ കുറിച്ചുണ്ട് അറിയണ്ടാത്തത്, അതിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞത്. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാൻ ആരാണെന്ന് അറിയുക, ആ ഭഗവാന്റെ പ്രതിഭാശാലിയായ ഭക്തി എന്താണ്, പ്രതിഭാശാലിയായ യുക്തി എന്താണെന്ന് അറിയുക, അത് കൃപാശക്തിയാണെന്ന് അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനെ 3 രീതിയിൽ ഭഗവാൻ നമ്മളെ ശുദ്ധരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലായിരിക്കണം? ഇതിനെല്ലാം കൂടി ഒരു ഷോർട്ട് സമറി ഞാൻ പറയുകയാണ്. അപ്പൊ എന്താണ്? അപ്പം നമ്മൾ 3 രീതിയിൽ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭക്തപാദധൂളിയിൽ കൂടി, ഭക്തന്മാരുടെ പാദധൂളി ശിരസാ വഹിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്താണതെന്ന് ചോദിച്ചാൽ, നമുക്ക് വിശ്വാസം വേണം. പരിശുദ്ധ ഭക്തൻ നടക്കുന്ന പാത നമ്മൾ പിന്തുടരണം എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ അവർ നടക്കുന്നിടത്തൂടൊക്കെ നടന്നു പോകണമെന്നാണോ? പരിശുദ്ധ ഭക്തൻ ഏത് പാതയാണോ നടക്കുന്നത് അതിനെ പിന്തുടരാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മളെ ശുദ്ധരാക്കും എന്ന് പറയുന്നത് എന്താണ്? അവരിൽ നിന്ന് ഒരു പരിശുദ്ധ ഭക്തനെ കണ്ടെത്തിയാൽ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് അവരുടെ പാത പിന്തുടരുക. അതിനെയാണ് നമ്മളെ ഭക്തപാദധൂളിയിൽ കൂടി ഭഗവാനെ അറിയുക എന്ന് പറയുന്നത്. ഭക്തപാദധൂളി. പിന്നെ അടുത്തത് ഭക്തപാദജലം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അവരുടെ ഇൻസ്ട്രക്ഷനെ, അവരുടെ പാദത്തിൽ നിന്ന് വരുന്ന എന്ന് വെച്ചാൽ അവർ ഓരോ നടക്കുമ്പോഴും അവരുടെ മനസ്സ് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരിൽ വരുന്ന കൃപ, അതാണ് ഭക്തപാദജലം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭക്തപാദജലത്തിൽ കൂടി അവരുടെ ഇൻസ്ട്രക്ഷൻസ് തരുന്നതിനെല്ലാം നമ്മളെ ഫോളോ ചെയ്യാൻ നോക്കണം എന്നുള്ളതാണ്. അങ്ങനെയും നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയും. പരിശുദ്ധ ഭക്തരുടെ ഹൃദയത്തിലെ ഭക്തി, അപ്പൊ അത് നമ്മുടെ മനസ്സിലെത്തി നമ്മളെ ശുദ്ധരാക്കും. അവരുടെ ചെയ്തികളെ കുറിച്ചും അവരുടെ ദിനചര്യകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയെടുക്കുക. ഭക്തമുക്താവശേഷ എന്ന് പറയും മൂന്നാമത്തേത്. അപ്പൊ ഒന്നാമത്തേത് ഭക്തപാദധൂളി, രണ്ടാമത്തേത് ഭക്തപാദജലം, മൂന്നാമത്തേത് ഭക്ത മുക്താവശേഷ എന്നും പറയും. ആ ഭക്തമുക്താവശേഷ എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാവരും ഭഗവാൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മഹാരാജ് എവിടെയെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഏതൊരു ഭഗവത് ഭക്തനെ കണ്ടാലും അവന്റെ ഉച്ഛിഷ്ടം കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ വരുന്ന ആളിന്റെ ആ ഭക്തന്റെ ഉച്ഛിഷ്ടം കഴിക്കാൻ അറിവുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാര് അതിന് ശ്രമിക്കാറുണ്ട്. അപ്പൊ ആ ഉച്ഛിഷ്ടത്തിനായി ഒരല്പം നമ്മള് ഇവിടത്തെ കുറിച്ച് പഠിച്ചു. എന്താണ്? പുരിയിലെ കുറിച്ച് പഠിച്ചപ്പോഴേ നാരദരെ പറയുന്നില്ലേ, ആ സമയത്ത് നാരദരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പറ്റ് അത് ശിവന് കൊടുത്തു എന്ന് പറയുന്നു. അപ്പം പാർവതീദേവി പിണങ്ങുന്നില്ലേ, എനിക്ക് ആ ഒരു പറ്റിന്റെ അറ്റത്തെ ഒന്ന് കൈവിരലിൽ ഇരുന്ന നഖത്തിന്റെ ഇടയിലിരുന്ന ഒരു പറ്റാണ് ഞാൻ ആർക്ക് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ശിവന് കൊടുത്തത് എന്ന് നാരദര് പറയുന്നുണ്ട്. ആരോടെ? ദേവിയോട് പറയുന്നു. അപ്പം ദേവി പറയുന്നു, ഞാൻ ആ പറ്റിന്റെ അറ്റത്തിനെങ്കിലും അർഹയല്ലേ എന്നാണ് ചോദിച്ചത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഭക്തന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരല്പമാത്രമായ ഭക്ഷണം അതിനു വേണ്ടി ശ്രമിക്കുക. അവരുടെ ഉച്ഛിഷ്ടം മാത്രമല്ല, അതുപോലെ തന്നെ അവരുടെ സ്തുതികളും നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. അപ്പം പരിശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ഭക്തി, അപ്പൊ അങ്ങനെ നമുക്കറിയാം നാരദര് എത്ര ആൾക്കാരെയാണ് നല്ല ഭക്തരാക്കി മാറ്റിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അവരുടെ ദിനചര്യകളെ കുറിച്ചും
അവരെന്തെല്ലാം ചെയ്യുന്നു എന്നതിനെ കുറിച്ചും അതുപോലെ വിരക്തിയെക്കുറിച്ചും അവരെപ്രകാരമാണോ ടൈം കളയാതെ കാര്യമായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളെ കേൾക്കാൻ ശ്രമിക്കുക. ഇത് ചാടിപ്പിടിച്ച് ഇന്നിത് നാളെ നടക്കുമെന്നുള്ളതല്ല, അതൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറേശ്ശെ വിരക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ കുടുംബത്തെ നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾക്ക് കൂടി നമ്മുടെ ജീവിതത്തിലെ അല്പം സമയമെങ്കിലും നമ്മളെ കളയുക, അതിനുവേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഭക്തരെ സേവിക്കാൻ എവിടെ ഒരു അവസരം കിട്ടിയാലും അത് ഭാഗ്യമായി കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? വാണി സേവ. അപ്പൊ ചില ആൾക്കാരുണ്ട്, ഏതെങ്കിലും ഒരു ഭക്തൻ അമ്പലത്തിൽ നിൽക്കുന്ന കണ്ടാൽ ഓടിച്ചെന്ന് പാദത്തിൽ വീഴും. അത് അവരോട് ചെയ്യുന്ന അപരാധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവരുടെ പാദത്തിൽ വീണാൽ എല്ലാം അവരിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് ഒരിക്കലും ഒരു അമ്പലത്തിൽ വെച്ച് കഴിവതും മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരുപാട് ചെന്ന് പാദത്തിൽ വീഴാതിരിക്കാൻ ശ്രമിക്കണം. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അത്രയും സമയം കിട്ടിയാൽ അവരെങ്ങനെയാണ് ഭഗവാനെ തൊഴുന്നത്, അവരുടെ മുഖം എങ്ങനെയാണ് ഭഗവാന്റെ നേരെ നിൽക്കുന്നത്, അവരെപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ല ഓടിച്ചെന്ന് ഭക്തന്റെ പാദത്തിലോട്ട് നമ്മൾ എന്നങ്ങ് വീഴുകയല്ല ചെയ്യേണ്ടത്. എപ്രകാരം അവർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഭഗവാനോട് അവർ പ്രാർത്ഥിക്കുന്നത്, അവരുടെ നാമജപം ഏത് രീതിയിലാണ്, അവരുടെ സേവ ഏത് രീതിയിലാണ്, അങ്ങനെ എങ്ങനെയാണ് അവര് പെരുമാറുന്നത്, ഇതൊക്കെ നോക്കി പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഭക്തപാദതൂളിയാലും അതുപോലെ ഭക്തപാദജലത്താലും ഭക്തരുടെ ഉച്ചിഷ്ടം കഴിക്കുന്നത് കൊണ്ടും നാം ശുദ്ധരായി മാറും എന്നാണ് പറയുന്നത്. അപ്പം ഭഗവാൻ ഒരു മഴമേഘം പോലെ നമുക്ക് എല്ലാം തരും. പക്ഷേ ഭഗവാനെ അറിയാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് സുദാമാവിന്റെ അടുത്ത് ഭഗവാൻ പോയ അവസരത്തില് അദ്ദേഹത്തിന് കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു, അല്ലെ? അപ്പൊ ആ ഭഗവാനെ അവിടെ ചെന്നു ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇന്നത് തരുമെന്നോ നിങ്ങൾ പൊക്കോ എല്ലാം അവിടെ കാണുമെന്നോ ഒന്നും പറഞ്ഞില്ല. സുദാമാവ് തിരിച്ചു പോകുന്ന അവസരത്തില് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് തനിക്ക് ഭഗവാൻ ഇതെല്ലാം നൽകിയെന്ന് അറിയുന്നത്, തനിക്കിതെല്ലാം കിട്ടിയെന്ന് അറിയുന്നത്. ഒന്നും കിട്ടാതെയാണ് തിരിച്ചു പോയത്. ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ഭക്തനെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം തന്നെ ഓർക്കുകയാണ്, ഭഗവാൻ ഓർക്കുകയാണ്, സുദാമാവിന്റെ സമർപ്പണത്തിന് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അദ്ദേഹം എന്നോട് സമർപ്പിച്ചിരിക്കുന്നത് നൽകാൻ ദാശാർഹനായ കൃഷ്ണന്റെ കയ്യിൽ ഒന്നുമില്ല. ഒന്നാലോചിച്ച് നോക്കിക്കോ എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട്. ദാശാർഹനായിരിക്കുന്ന ഭഗവാന് സുദാമാവിന്റെ ഭക്തിക്ക് പകരമായി നൽകാൻ ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴോ അദ്ദേഹം ഓർക്കുകയാണ്, നിർമ്മമനായിട്ട് ഈ കിട്ടിയതിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ നിർമ്മമ ഭാവത്തോടു കൂടിയാണ് സുദാമാവ് അവിടെ നിൽക്കുന്നത്. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജത പുരുഷ പ്രസംഗ. നമ്മളെ ആ സുദാമാവിന്റെ ചരിത്രത്തിലെ സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ളവരെല്ലാം ബൈഹാട്ട് ചെയ്യുന്ന ഒരു ശ്ലോകമാണിത്. അപ്പം എന്താണ്? തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത്. പുനർജന്മന് ഏതൊരു ജന്മത്തിലും അങ്ങയുടെ ആ സഖ്യമൈത്രി മാത്രം എനിക്ക് മതി. മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തത്പുരുഷ പ്രസംഗ. ദാസ്യൈവമേ, അവന്റെ ആ സഖ്യവും മൈത്രിയും എന്താണ്? അതെനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. സൗഹൃദവും ചങ്ങാത്തവും അനുകമ്പയും എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത്. ജന്മം തോറും ആ ഭാവം എനിക്കിലുണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഗുണങ്ങളുടെയും നിവാസസ്ഥാനമായ ഭഗവാനെ ജന്മങ്ങൾ തോറും എടുക്കേണ്ടി വന്നാലും എനിക്ക് ഓർക്കാൻ കഴിയട്ടെ. അങ്ങനെ ആ പ്രേമത്തെയും മൈത്രിയെയും സേവിക്കുമാറാകട്ടെ. അങ്ങനെ അവിടെ താമസിച്ചു? സുദാമാവ് അവിടെ താമസിച്ചു. സുദാമാവി കിട്ടിയതൊന്നും കൊണ്ട് അഹങ്കരിച്ചില്ല, നിർമ്മമ ഭാവത്തോടുകൂടി. ഈ ഒരു ശ്ലോകം ഞങ്ങൾക്ക് വായിക്കാം. വളരെ നല്ല ശ്ലോകമാണ്. 10:81-36 അത് വളരെ നല്ല ശ്ലോകമാണ്. പറ്റുന്നവര് അത് പഠിച്ചോളൂ. തസൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്യതസ്തത്പുരുഷ പ്രസംഗ. ഹരേ കൃഷ്ണ. ഞാന് ഭക്തന്മാരെ കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്.
നിങ്ങൾ ഇന്ന് ഭാഗവതം പഠിക്കാൻ തയ്യാറായിരിക്കുകയല്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു ജനറലായിട്ടുള്ള കാര്യം പറയാമെന്ന് ഉദ്ദേശിച്ചത്. ഹരേ കൃഷ്ണ. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ പറഞ്ഞ ശ്ലോകം ഭഗവത്ഗീതയിലാണോ അതോ ഭാഗവതത്തിലാണോ? ഭാഗവതത്തിലെ നമ്മുടെ ആ, സുധാമാവിൻ 10:81-36 അല്ലേ മാതാജി? 81-36. ആ, ഹരേ കൃഷ്ണ.